ഈ ഭവനത്തോട് അവസാനമായി യാത്ര പറഞ്ഞ് സഭയുടെ ഭാഗമായിട്ട് മാറിൻ്റെ ഒരു ഓർമ്മ പുതുക്കി കുടുംബാംഗങ്ങളോടും ഔദ്യോഗികമായി സഭയിൽ വികാരിച്ച് മറ്റുള്ളവരോട് യാത്ര പറയുന്ന ഒരു ചെറിയ കർമ്മമാണ്. ഇന്നു മുതൽ സഭയ്ക്ക് വേണ്ടി മാറ്റപ്പെടുമ്പോൾ നാളെ പൗരോഹിത്യത്തിലൂടെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് തുടർന്ന് പൗരോഹിത്യമാണ് അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ വ്യത്യസ്തമായിട്ട് നൽകപ്പെടുമ്പോൾ അത് കൃപയുടെ അടയാളമായിട്ട് മാറുകയാണ്. ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളതും ആ ഒരു ഓർമ്മയാണ്. ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് നൽകപ്പെടുന്ന വലിയ കൃപയുടെ അടയാളമായിട്ട് ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേടുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ഈ പ്രഭാതത്തിൽ ഭവനത്തിൽ ഒരുമിച്ച് കൂടി നിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിച്ചറിയുമ്പോൾ ഞങ്ങൾ ഈ ഭവനത്തെ ഏറ്റവും നന്ദിയോടെ ഹൃദ്യമായിട്ട് അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന മുമ്പേ പേര് ചൊല്ലി വിളിക്കുന്ന നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കൂടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വത്തിലേക്ക് പ്രത്യേകമാമിതം ഈ മകനെ തിരഞ്ഞെടുത്ത് വിളിച്ചു രൂപപ്പെടുത്തി ഈ ഭവനത്തിലായിരിക്കുവാനും സ്നേഹത്തോടെ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളോടുകൂടി ആയിരിക്കുവാനും അങ്ങ് അനുവദിച്ചു. ഇന്നു മുതൽ അങ്ങയുടെ പുത്രനായിട്ട് രൂപപ്പെടുത്തുമെന്നും നാളെ പൗരോഹിത്യ ശുശ്രൂഷകളുടെ അങ്ങേക്ക് മാത്രമായിട്ട് മാറ്റപ്പെടുത്തി വേർതിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ നാളത്തെ തിരുക്കർമ്മങ്ങളും തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും നൽകുവാൻ വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നന്മറിഞ്ഞറിഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന ഇടത്തിലെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അവിടുത്തെ വചനം നമുക്ക് പ്രാർത്ഥനപൂർവ്വം സ്വീകരിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതിൽ നിന്ന് ദാസന്മാർ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അവിടുത്തെ വിളി മനസ്സിലാക്കി അവിടുത്തെ വേണ്ടി ഇറങ്ങുന്ന ഡെന്നിസിൻ്റെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഏതാനും വ്യക്തികൾ 3-4 പേര് ചെറിയ വാക്കുകളിലൂടെ നമുക്ക് പ്രത്യേകമാമിതം സമർപ്പിച്ച് ചെറിയ കാർസുസ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രത്യേകമാമിതം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളായിട്ട് നമുക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ,
അങ്ങയുടെ അനന്തമായ വിളി സ്വീകരിച്ച് അങ്ങയോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ഡീക്കൻ ഡെന്നീസിനെ, ഈ കുടുംബത്തെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നീ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളെയും ഒത്തു നന്ദി പറയുന്നു. നാളെ നടക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷകളുടെ ആത്മാവിന്റെ കൃപാവരങ്ങൾ നൽകി ഈ മകനെ ധന്യമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ വിശുദ്ധിയുടെ പരികർമ്മം ചെയ്യും ചെയ്തിരുന്നാഥ, വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയ്ക്കും ദൈവജനത്തിനും വേണ്ടി ജീവിക്കുവാൻ ഈ മകനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അടയാളങ്ങളായിട്ട് ലഭിക്കുന്ന തിരുവസ്ത്രങ്ങളും അതുപോലെ തന്നെ തിരുപാത്രങ്ങളും നമ്മൾ ഈ നിമിഷം ആശീർവദിക്കുകയാണ്. പൗത്രീകരിക്കണമേ. കർത്താവ് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സംഭവിക്കേണ്ട പാത്രങ്ങൾ ശുദ്ധിയോടും ഭക്തിയോടും കൂടി കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ തൽപരരാകട്ടെ. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും അങ്ങയെ പ്രസാദിപ്പിക്കുവാനും അങ്ങയുടെ സജീവ ആലയങ്ങളാകുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിമാമിതം വർദ്ധിക്കുവാനും അവസാനം അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും ഇടയാക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പൗരോഹിത്യത്തിന്റെ ഭാഗമായിട്ട് ധരിക്കപ്പെടുന്ന തിരുവസ്ത്രം കൂടി ആശീർവദിക്കപ്പെടുന്നു. പുരോഹിത ശുശ്രൂഷ വിസ്തൃത സ്ഥലത്ത് പ്രവേശിക്കുന്നവർ വെടിപ്പും ഭംഗിയുള്ള സ്ഥാനവസ്ത്രങ്ങൾ ധരിക്കണമെന്ന് അങ്ങയുടെ ദാസനായി മോശ വഴി ജനത്തോട് കൽപ്പിച്ചരുളിയ കർത്താവായ ദൈവമേ, പുരോഹിത ശുശ്രൂഷ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥാനവസ്ത്രങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായുടെ രക്ഷാകരമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും കുദാശകളുടെയും മറ്റു തിരുക്കർമ്മങ്ങളുടെയും അനുഷ്ഠാനത്തിനും ഇവ ധരിക്കുന്ന എല്ലാവരെയും വിശുദ്ധിയിൽ നിലനിർത്തണമേ. വിശ്വാസത്തോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങയുടെ പുരോഹിതരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയിൽ അങ്ങ് സംപ്രീതനാകണമേ. അവരുടെ കരങ്ങൾ വഴി അങ്ങയുടെ ദിവിധാനങ്ങൾ സമർത്ഥമായി വർഷിക്കുവാൻ കനിയുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നല്ല ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഈ സ്നേഹത്തോടെ ഈ ഭവനം ഒരുമിച്ച് കൂട്ടാനായി അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപാവരം ധാരാളമായി നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ ഭവനത്തെയും ഭവനത്തിൻ്റെ ഓരോ മക്കളെയും തുടർന്നുള്ള ദിനങ്ങളിലും പൗരോഹിത്യ സ്വീകരണവും അതുപോലെ തന്നെ കൃതജ്ഞതാ ബലി സമർപ്പണം വരെ എല്ലാ ആത്മീയമായ കൃപാവരങ്ങൾ ഈ ഭവനത്തിലേക്കും ഈ ഭവനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ സ്നേഹവും സമാധാനവും ധാരാളമായിട്ട് ചൊരിയണമേ. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ അവന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡെന്നീസ് ഉടനെ ഇറങ്ങാത്തത് കൊണ്ട് ഇപ്പൊ യാത്ര പറയുന്നില്ല. ഉച്ചയ്ക്ക് ആ സമയത്ത് വരും, വന്നിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നല്ല ദൈവമേ, നല്ല രൂപനേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഇപ്പോഴും എപ്പോഴും നന്ദി ദൈവമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദൃഢ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഈശോയിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവ്യബലിയുടെ മുഖ്യ കാർമ്മികൻ ഫാദർ ഡെന്നീസ് പൊതുവ സഹകാർമ്മികരോടൊപ്പം പ്രത്യക്ഷമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ബഹുമാനപ്പെട്ട പോൾ പൊതുവാശനും മാർട്ടിൻ തേക്കാനത്തച്ഛനും ജിമ്മി ഇരുമംഗലം അച്ഛനും ജോയ്സൺ തെക്കേക്കുടി അച്ഛനുമാണ് ഇന്നത്തെ വിശ്വകുർബാനയ്ക്ക് സഹകാർമ്മികരാകുന്നത്. ഏറ്റവും മുന്നിലായി ധൂപം, വിശുദ്ധ കുരിശ്, കത്തിച്ച തിരികൾ, അത്താഴ ശുശ്രൂഷകൾ, തുടർന്ന് കാഴ്ചവസ്തുക്കളുമായി നവവൈദികന്റെ കുടുംബാംഗങ്ങൾ, ഏറ്റവും പിന്നിലായി സഹകാർമ്മികനും പ്രധാന ധാർമ്മികനും എന്ന രീതിയിലാണ് പ്രദക്ഷിണം ആരംഭിക്കുന്നത്. ഗായിക സംഘം ഇപ്പോൾ പ്രവേശനദാനം ആരംഭിക്കുന്നു. Thank
സുവിശേഷ സൗഭാഗ്യങ്ങളെ സകല ചൈതന്യമാതാ സുവിശേഷ സൗഭാഗ്യങ്ങളെ സകല ചൈതന്യമാതാ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കളെ, കുഞ്ഞുമക്കളെ, കുറ്റിപ്പുഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ഒരു ദിനമായിട്ട് ഇന്ന് മാറ്റപ്പെടുകയാണ്. പ്രഭാതത്തിൽ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് കൊടുംവേനലിലും ചെറിയ മഴ പെയ്തിറങ്ങി ഈ ദേശത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം കനിവ് കാണിച്ചു. അത് ഇടവയോട് കാണിക്കുന്ന ആത്മീയ കൃപയുടെ അടയാളമായിട്ട് ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി നിസ്തുല മഹിമാവാ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ
സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമെവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്നാലും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേനിക്കു തെല്ലും ദൈവമാണെൻ താരകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാഹം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിലങ്ങേ കനിവിടും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ പ്രിയ സഹോദരരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഇപ്രകാരം എന്നോട് പറഞ്ഞു: ഞാൻ നിന്നെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഉദരത്തിൽ നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു: ഹാ എൻ്റെ നാഥനായ കർത്താവേ, ഇതാ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, കാരണം ഞാൻ കേവലം ബാലനാണ്. കർത്താവ് എന്നോട് അരുളി ചെയ്തു: ഞാൻ ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്നിടത്തെല്ലാം നീ പോകണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാൻ അവിടെ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ അരുളപ്പാട്. അനന്തരം കർത്താവ് തൻ്റെ കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നോട് അരുളി ചെയ്തു: ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കണ്ടാലും പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും അവിടെ നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനുമായി ഇന്ന് ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരും. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ യാവണം നമ്മുടെ പ്രവർത്തനം. സഹോദരരെ, നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ. ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവിൻ. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുന്നു. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവരുളും വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. ജീവനും മാർഗവും സത്യവുമാകും വചനം, തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സ്ത്രീപുരം നിന്ന് പരിശുദ്ധ സുശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10, 7 മുതലുള്ള തിരുവചനങ്ങൾ. നല്ല ഇടയൻ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു.
അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കുറ്റിപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയും നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി നവാഭിഷിക്തനായ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡെന്നീസ് പുതുവാച്ചനോടൊപ്പം ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ അഭിമാനം വാനോളം ഉയരുകയാണ്. നമ്മുടെ സന്തോഷം അതിരുകൾക്കപ്പുറം നീങ്ങുകയാണ്. കാരണം നമ്മുടെ ഇടവകയ്ക്ക് ദൈവം ഒരു സമ്മാനമായി ഡെന്നീസ് പുതുവാച്ചനെ നൽകിയിരിക്കുന്നു. ഒരുപാട് കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ് ഓരോ വൈദികനും ദൈവം നമുക്ക് നൽകുന്ന വലിയ ദാനവുമാണ് ഓരോ വൈദികനും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഡെന്നീസ് അച്ഛനോടൊപ്പം പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പറയാം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വൈദികനും ദൈവം നമ്മെ സന്ദർശിക്കുന്നതിൻ്റെ അടയാളമാണ്. നവാഭിഷിക്തനായ ഡെന്നീസ് അച്ഛൻ ഈ വിശുദ്ധ കുർബാന ഔദ്യോഗികമായി ഈ ഇടവക പള്ളിയിൽ, കുറ്റിപ്പുഴ ഇടവകയിൽ ആദ്യമായി അർപ്പിക്കുകയാണ്. ഈ കുർബാന അർപ്പണ സമയത്ത് കുദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഡെന്നീസ് അച്ഛൻ അപ്പമെടുത്ത് വാഴ്ത്തി ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ആ നിമിഷം അത് യേശുവിന്റെ ശരീരമായി തീരുകയാണ്. കാസ എടുത്തുയർത്തി ഇതെന്റെ രക്തമായി ആകുന്നു എന്ന് പറയുന്ന ആ നിമിഷം ആ കാസയിലെ വീഞ്ഞ് കർത്താവിന്റെ രക്തമായി മാറുകയാണ്. അങ്ങനെ തന്റെ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും ദൈവത്തെ വിളിച്ചിറക്കുന്ന വ്യക്തിയായി മാറുകയാണ് വൈദികൻ ഡെന്നീസ് അച്ഛൻ. അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ വീണ്ടും നമുക്ക് കാണിച്ചു തരുന്ന, വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പങ്കുവച്ചു തരുന്ന വ്യക്തിയായി മാറുന്നു വൈദികൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ വൈദികനും ദൈവം നമ്മെ സന്ദർശിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടവകയെ, കുറ്റിപ്പുഴ ഇടവകയെ ദൈവം സന്ദർശിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് ലഭിച്ച ഈ നവാഭിഷിക്തൻ പ്രിയപ്പെട്ട ഡെന്നീസ് അച്ഛൻ. ഈ ഇടവകയെ, ഈ കുടുംബത്തെ, പുതുവ കുടുംബത്തെ ദൈവം സന്ദർശിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. പഴയ നിയമത്തിൽ അബ്രാഹത്തെ അനുഗ്രഹിക്കാനായി വരുന്ന മെൽക്കീസ്ദേക്ക് എന്ന ഒരു പുരോഹിതനെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. നിന്റെ മാതാപിതാക്കളെ, നിന്റെ ദേശത്തെ, നിന്റെ വീടിനെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം എന്ന് ദൈവം പറയുന്നതും, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും
എന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നതുമൊക്കെ ആ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം 14-ാമത്തെ അധ്യായത്തിലാണ് മെൽക്കീസ്ദേക്ക് എന്ന പുരോഹിതൻ വരുന്നത്. സാലേം രാജാവും പുരോഹിതനുമായ മെൽക്കീസ്ദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ബലിയർപ്പിച്ച് അതിനുശേഷം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രാഹത്തോട് നീ ഒരു അനുഗ്രഹമായി മാറും എന്ന് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാകുന്നത് ഈ മെൽക്കീസ്ദേക്ക് എന്ന പുരോഹിതൻ കടന്നു വന്ന് ആശീർവദിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മെൽക്കീസ്ദേക്കിലൂടെ ദൈവം അബ്രാഹത്തെ സന്ദർശിക്കുകയായിരുന്നു. മെൽക്കീസ്ദേക്ക് എന്ന പുരോഹിതനിലൂടെ ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുകയായിരുന്നു. നമുക്കതുകൊണ്ട് ഏറെ സന്തോഷിക്കാം, ഏറെ അഭിമാനിക്കാം. ഡെന്നീസ് പുതുവാച്ചനെ ദൈവം സന്ദർശിക്കുന്നതിന്റെ അടയാളമായി നമുക്ക് നൽകി എന്നുള്ളത് കൊണ്ട് ഇനി ഡെന്നീസ് അച്ഛൻ എവിടെ പോയാലും അവിടെയൊക്കെ ദൈവം സന്ദർശിക്കുന്നതിന്റെ അടയാളമായി മാറും. അതൊക്കെ അച്ഛന് പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്നുള്ള വാർത്ത നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ചേർത്തല മുട്ടം പള്ളിയിലേക്കാണ് അച്ഛൻ പോകുന്നത്. അച്ഛൻ അവിടെ ഔദ്യോഗികമായി ചാർജ് എടുക്കുമ്പോഴും പിന്നെ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ദൈവം സന്ദർശിക്കുന്ന അനുഭവമായി മാറും അവിടെയുള്ള എല്ലാവർക്കും. അങ്ങനെ ഒരു വലിയ കൃപയും അനുഗ്രഹവും കൊടുത്തുകൊണ്ടാണ് ദൈവം ഡെന്നീസ് അച്ഛനെ അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദേവാലയത്തിൽ, ഈ കുറ്റിപ്പുഴ ദേവാലയത്തിൽ ഡെന്നീസ് അച്ഛനോടൊപ്പം ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഒരു 35 വർഷത്തിനപ്പുറത്തേക്ക് പോവുകയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഇടവകയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദികനായത്. അന്ന് നമ്മുടെ ഇടവക വികാരി ചാണ്ടി ഇരവിമംഗലം അച്ഛനാണ്. നമ്മുടെ ജിമ്മി ഇരവിമംഗലം അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. ചാണ്ടി അച്ഛൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, മുതിർന്ന തലമുറയുടെ ഒക്കെ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്ന ഒരു വികാരി അച്ഛനാണ്. പൊക്കം കുറഞ്ഞ മനുഷ്യൻ, എപ്പോഴും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന വ്യക്തി. ഒരു കൊച്ചു സ്കൂട്ടിയിൽ ഈ ഇടവകയുടെ അതിരുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് എല്ലാവരോടും കുശലം ചോദിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ തിരക്കി നമ്മോടൊപ്പം നമ്മുടെ ഇടയിൽ നടന്ന ഒരു മനുഷ്യൻ ചാണ്ടി ഇരവിമംഗലച്ഛൻ. അച്ഛനായിരുന്നു അന്ന് വികാരി. ഞാൻ സബ് ഡീക്കൻ ആയ ആ സമയം മുതൽ, സബ് ഡീക്കൻ എന്ന് പറയുമ്പോൾ പട്ടം കിട്ടുന്നതിന് 2 വർഷം മുമ്പ്, ആ സമയം മുതൽ അച്ഛൻ ഇങ്ങനെ പള്ളിയിൽ പറയാൻ തുടങ്ങി, ഇതാ നമുക്കൊരു വൈദികനെ ലഭിക്കാൻ പോകുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം, അന്ന് ഞാൻ പട്ടം സ്വീകരിക്കുമ്പോൾ 18 വർഷത്തെ ഒരു ഇടവേളയുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ പാനിയുളങ്ങര അച്ഛന്മാരും അതുപോലെ പുതുശ്ശേരി അച്ഛന്മാരും ഒക്കെ പട്ടം കിട്ടിയിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുവരെ നമുക്ക് ഈ ഇടവകയിൽ നിന്ന് വൈദികരില്ല. അപ്പോൾ ചാണ്ടി അച്ഛൻ എല്ലാവരോടും പറയുന്നു, 18 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു വൈദികനെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് ആഘോഷമാക്കണം. 2 വർഷം മുമ്പ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അച്ഛൻ അതൊരു വലിയ ആഘോഷമാക്കി. അത് ഈ ഇടവകയുടെ മുഴുവൻ ഒരു ഉത്സവം പോലെയാക്കി മാറ്റി. അച്ഛൻ പറഞ്ഞു, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ ഈ ക്രിസ്തുരാജ് ഹൈസ്കൂളിന്റെ ഈ മൈതാനത്ത് അവിടെ വലിയ പന്തലൊക്കെ ഒരുക്കി. നമ്മുടെ പഴയ പള്ളി വളരെ ചെറുതായിരുന്നു, ആളുകൾക്ക് അധികം നിൽക്കാൻ പറ്റില്ലായിരുന്നു. വലിയ പന്തലൊക്കെ ഒരുക്കി അങ്ങനെയാണ് ആ പട്ടം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 35 വർഷം മുമ്പ്, 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു വൈദികനായത് ഒരു ചരിത്ര മുഹൂർത്തമായി അന്ന് ചാണ്ടിയച്ഛൻ അവതരിപ്പിച്ചെങ്കിൽ, ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട ഡെന്നീസ് അച്ഛൻ വൈദികനാകുമ്പോൾ അത് മറ്റൊരു ചരിത്ര മുഹൂർത്തമാവുകയാണ്. കാരണം നമ്മുടെ ഇടവകയിൽ നിന്ന്, കുറ്റിപ്പുഴ ഇടവകയിൽ നിന്ന് ആദ്യമായി ഒരു ഇടവക പട്ടക്കാരനെ കിട്ടുകയാണ്. ഒരു രൂപത വൈദികനെ നമുക്ക് കിട്ടുകയാണ്. നമ്മളെല്ലാം ആശിച്ച് കാത്തിരുന്നതാണ്. ഞങ്ങൾ മറ്റ് വൈദികരൊക്കെ, മാർട്ടിൻ അച്ഛൻ അടക്കമുള്ള വൈദികർ, ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരൊക്കെ ഓരോ സഭകളിൽപ്പെടുന്ന വൈദികരാണ്. പക്ഷേ നമുക്ക് ആദ്യമായി ഒരു ഇടവക വൈദികനെ, രൂപത വൈദികനെ കിട്ടുന്നത് ഇപ്പോഴാണ്.
മുതിർന്ന തലമുറയിലുള്ളവർക്കറിയാം. ചിലരൊക്കെ പറയുമായിരുന്നു, എന്തോ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, നമുക്കിവിടെ നിന്ന് ഇടവക വൈദികന്മാരുണ്ടാകില്ല എന്ന്. പക്ഷേ ആ ശാപത്തിന്റെ ബന്ധനങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് ദൈവം വലിയൊരു അത്ഭുതം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു ഇടവക വൈദികനെ, ഒരു രൂപത വൈദികനെ ഈ ഇടവകയ്ക്ക് കിട്ടിയിരിക്കുന്നു, പുതുവ കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട സമയമാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഈ അവസരത്തിൽ നമുക്ക് തീർച്ചയായും ഇത് നമ്മൾ അതിരൂപതയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായി മാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡെനീസ് അച്ഛൻ തിരുസഭയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായി മാറുകയാണ്. പരിശുദ്ധ പിതാവ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം ഒസർവാത്തോരെ റൊമാനോ എന്ന വത്തിക്കാനിൽ നിന്നുള്ള പത്രത്തിൽ പരിശുദ്ധ അമ്മയെ പറ്റി എഴുതിയിരുന്ന ലേഖനങ്ങളെല്ലാം ക്രോഡീകരിച്ചൊരു പുസ്തകം ഇറക്കുകയുണ്ടായി. പിന്നീട് അത് മലയാളത്തിലുമുണ്ട്. ആ മലയാളത്തിൽ പുസ്തകത്തിന്റെ പേര് ദൈവത്തിന്റെ അമ്മ എന്റെയും അമ്മ എന്നൊരു പുസ്തകമാണ്. ദൈവത്തിന്റെ അമ്മ എന്റെയും അമ്മ. അതിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്: ദൈവം നമ്മെ അതിശയിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മെ അതിശയിപ്പിക്കുന്ന ദൈവമാണ്. അത് അദ്ദേഹം പറയാനുള്ള കാരണം ഇതാണ്. പഴയ നിയമത്തിലെ നാമാന്റെ സംഭവം അതിൽ സൂചിപ്പിച്ചുകൊണ്ടാണ്. നാമാൻ എന്ന് പറയുന്ന ആ സൈന്യാധിപൻ സിറിയ രാജാവിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു. പക്ഷേ ആ മനുഷ്യന് കുഷ്ഠരോഗമായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് വിമുക്തി നേടാൻ വേണ്ടി ഒരുപാട് വൈദ്യം ഒക്കെ ചെയ്തെങ്കിലും അതിൽ നിന്നൊന്നും രോഗശാന്തി കിട്ടിയില്ല. അപ്പോഴാണ് അറിയുന്നത്, ഇസ്രായേലിലെ പ്രവാചകന്റെ അടുത്ത് പോയാൽ ആ പ്രവാചകൻ തീർച്ചയായും ആ ഇസ്രായേൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നാമാനെ ശുദ്ധീകരിക്കും, നാമാനെ സ്വസ്ഥനാക്കുമെന്ന്. അങ്ങനെ ഇസ്രായേൽ രാജ്യത്തേക്ക് പോവുകയാണ്. ആ രാജ്യത്ത് ചെല്ലുന്നു, രാജാവിനോട് കാര്യം പറയുന്നു. ആദ്യം രാജാവ് അല്പം കോപിച്ചു. പക്ഷെ അതിനുശേഷമാണ് എലീഷ പ്രവാചകൻ കടന്നു വരുന്നത്. എലീഷ പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, അങ്ങനെ ഒരാൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒട്ടും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, എന്റെ അടുത്തേക്ക് വിട്ടേക്കുക. നാമാനെ എലീഷ പ്രവാചകന്റെ അടുത്തേക്ക് വിടുന്നു. എലീഷ പ്രവാചകന്റെ അടുത്ത് നാമാൻ എന്ന സർവ്വസൈന്യാധിപനും മറ്റു ഭൃത്യന്മാരും എല്ലാം ചെല്ലുന്നു. പക്ഷേ എലീഷ പ്രവാചകൻ ഇറങ്ങി വരുന്നില്ല. മറ്റൊരാളെ പറഞ്ഞു വിട്ടുകൊണ്ട് എലീഷ പ്രവാചകൻ പറഞ്ഞു, നാമാനോട് പറഞ്ഞു, നീ പോയി യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, അപ്പോൾ നിനക്ക് രോഗശാന്തി കിട്ടും. നാമാന് കോപമാണ് വന്നത്. കാരണം നാമാൻ പറഞ്ഞു, എന്നോട് ഈ ഇസ്രായേലിൽ വന്നിട്ട് യോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിച്ചു കയറുക എന്നാണ് പറഞ്ഞത്. എന്റെ നാട്ടിൽ സിറിയ രാജ്യത്ത് എത്രയോ മനോഹരമായ നദികളുണ്ട്, എനിക്ക് അവിടെ പോയി കുളിക്കാമല്ലോ. ഞാൻ എന്തിനാണ് ഇവിടെ വരുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് കുളിക്കുന്നത്? ഭൃത്യന്മാർ പറഞ്ഞു, യജമാനനെ, വലിയ കാര്യങ്ങളൊക്കെയാണ് പ്രവാചകൻ അങ്ങയോട് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് അത് ചെയ്തേനല്ലോ. ചെറിയ കാര്യമല്ലേ പറഞ്ഞത്, അത് ചെയ്യാം നമുക്ക്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നാമാൻ അത് ചെയ്യുകയാണ്. 7 പ്രാവശ്യം കുളിച്ചു കയറുകയാണ്. അങ്ങനെ രോഗസ്വസ്ഥത കൈവരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ചെറിയ കാര്യങ്ങളിലൂടെ ഇടപെടുന്ന, നമ്മെ അതിശയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, വൈദികരായ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ വൈദിക ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെടുത്താറുണ്ട്. ദൈവം അതിശയിപ്പിക്കുന്ന ദൈവമായതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ വൈദികരായി തീർന്നത്. എന്ത് കഴിവുകൊണ്ടാണ്, എന്ത് മേന്മ കൊണ്ടാണ് ഞങ്ങളൊക്കെ വൈദികരായത്? ഡെനീസ് അച്ഛനും ഞാനും ഒക്കെ അടങ്ങുന്ന വൈദികരെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു മേന്മ കൊണ്ടുമല്ല, ഒരു കഴിവ് കൊണ്ടുമല്ല, മറിച്ച് ദൈവം അതിശയിപ്പിക്കുന്ന ദൈവമായതുകൊണ്ട്, ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവം മാറ്റി നിർത്തിയത് കൊണ്ട്, അതുകൊണ്ട് മാത്രം വൈദികരായതാണ് ഞങ്ങളൊക്കെ. ഇന്നത്തെ ആദ്യത്തെ വായന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയായിരുന്നു.
ജെറമിയ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകളുടെ പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. അത് പറയുമ്പോൾ ജെറമിയ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. അപ്പോൾ ദൈവം പറയും, നീ ബാലനാണെന്ന് നീ പറയരുത്, സംസാരിക്കാൻ പാഠവുമില്ല എന്ന് നീ പറയരുത്. ഞാൻ പറയുന്നിടത്തൊക്കെ നീ പോകണം, ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ നീ ചെയ്യണം. നീ എന്റെ പ്രവാചകനാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, വൈദികരായ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മാത്രമാണ് ഞങ്ങളുടെ ഉറപ്പ്, ഒരു കഴിവ് കൊണ്ടുമല്ല. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ, ഞാൻ 77-78 10ാം ക്ലാസ് നമ്മുടെ ക്രിസ്തുരാജ് ഹൈസ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ആ ബാച്ചിൽ, ഞങ്ങളുടെ ആ ബാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കഴിവുള്ള, എന്നേക്കാൾ എത്രയോ കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് 77-78 ബാച്ചില് ഡെന്നീസ് അച്ഛന്റെ അപ്പച്ചൻ കുഞ്ഞുമോൻ ഞങ്ങളൊക്കെ ഒരു ബാച്ചിൽ പെടുന്നവരാണ്. അന്ന് കുഞ്ഞുമോനടക്കം എത്രയോ കഴിവുള്ള വ്യക്തികൾ ആ ബാച്ചിലുണ്ടായിരുന്നു. ആ ബാച്ചിൽപ്പെട്ട 7 പേർ ഞങ്ങൾ സെമിനാരിയിൽ പോയതുമാണ്. അതിൽ ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 7 പേരും സെമിനാരിയിൽ പോയി. കുഞ്ഞുമോൻ പോയില്ലായിരുന്നു തോന്നുന്നു. പക്ഷെ 7 പേരും സെമിനാരിയിൽ പോയവരുണ്ട്. പക്ഷേ അതിൽ ഞാൻ മാത്രമേ നിന്നുള്ളൂ, ബാക്കി 6 പേരും തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അവർക്കൊക്കെ എന്നേക്കാൾ കഴിവുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പ്. പക്ഷേ ദൈവം എന്നിൽ കണ്ട പ്രത്യേകത ഒന്ന് മാത്രമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് ദൈവം എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ദൈവം എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഓരോ പുരോഹിതനെയും ദൈവം വിളിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളൊക്കെ ബലഹീന പാത്രങ്ങളാണ്, ഞങ്ങളൊക്കെ ഒരുപാട് കഴിവ് കുറവുകളുള്ള വ്യക്തികളാണ്. ഞങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങളൊക്കെ വളരെ പുറകിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ദൈവം ഞങ്ങളെ വിളിച്ചു, ദൈവം ഞങ്ങളെ നിയോഗിച്ചു, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കർത്താവ് മലമുകളിലേക്ക് കയറി, എന്നിട്ട് തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ അടുത്തേക്ക് ചെന്നു. തനിക്കിഷ്ടമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, അതിൽ ആ ഇഷ്ടമുള്ള വ്യക്തികളായി മാറി എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ള, അഭിമാനിക്കാനുള്ള ഏക കാര്യം. അതല്ലെങ്കിൽ കുറവുകളുള്ള, പരിമിതികളുള്ള, ബലഹീനതകളുള്ള വ്യക്തികളാണ് ഞങ്ങളൊക്കെ, വൈദികരൊക്കെ. എങ്കിലും ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു, ദൈവം ഞങ്ങളെ വിളിച്ചു. ജെറമിയ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ ഉറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. എവിടേക്ക് പോകുമ്പോഴും ആ ഉറപ്പ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾക്ക് വേണം, വൈദികർക്ക് വേണം, സന്യസ്തർക്ക് വേണം. പ്രത്യേകിച്ച് പട്ടം കിട്ടി, ഈ കഴിഞ്ഞ 27-ാം തീയതി പട്ടം കിട്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ള ഡെന്നീസ് അച്ഛന് വേണം. ഇന്നത്തെ 2ാമത്തെ വായനയിൽ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, കർത്താവ് യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന അനുഭവത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. കർത്താവ് ഞങ്ങളെ സ്വന്തമാക്കി, അത് മാത്രമേ ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഉറപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, വൈദികർ മുന്നോട്ട് പോകുന്നത്. കർത്താവ് ഞങ്ങളെ വിളിച്ചത്, വൈദികരായ ഞങ്ങളെ വിളിച്ചത് ഇടയരാകാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിലെ വായന അതായിരുന്നല്ലോ, ഇടയനാകാൻ, നല്ല ഇടയനാകാൻ. ആ സുവിശേഷത്തിലെ വായനയിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്കിങ്ങനെ ചുരുക്കി പറയാം. നല്ല ഇടയൻ ആടുകളുടെ സ്വരം കേൾക്കുന്ന ഇടയനാണ്. നല്ല ഇടയൻ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനാണ്. നല്ല ഇടയൻ ആടുകളുടെ മണമുള്ള ഇടയനാണ്.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഇടയനാകാൻ വേണ്ടിയാണ് ഡെന്നീസ് അച്ഛനെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ആടുകളുടെ സ്വരം അറിയുന്ന ഇടയൻ. ഡെന്നീസ് അച്ഛൻ താമസിയാതെ മുട്ടം ഫൊറോനയിലെ പള്ളിയിലേക്ക് പോകും. അവിടെയാകുമ്പോൾ ഈ ഇടയധർമ്മം നിർവഹിക്കാനായിട്ട് പോവുകയാണ്. ആടുകളുടെ സ്വരം എന്ന് പറയുന്നത്, അജഗണത്തിന്റെ സ്വരം എന്ന് പറയുന്നത്, അതൊരു പക്ഷേ സങ്കടത്തിന്റെ, വേദനയുടെ, ആവലാതിയുടെ, തകർച്ചയുടെ, ഇല്ലായ്മയുടെ ഒക്കെ സ്വരമായിരിക്കും. അത് കേൾക്കാൻ കഴിയണം ഒരു ഇടയന്. നമുക്കറിയാമല്ലോ, നമ്മുടെ വികാരിയച്ഛൻ ഇടയനാണ്, നമ്മുടെ ഇടയനാണ്. ആ ഇടയൻ കേൾക്കുന്നത് നമ്മുടെ സ്വരമാണ്, നമ്മുടെ സ്വരമാണ്. ഇടവകാംഗങ്ങളായ അജഗണമായ നമ്മുടെ സ്വരം അതൊരുപക്ഷെ സന്തോഷത്തിന്റെ സ്വരമൊന്നും ആകണമെന്നില്ല. വേദനയുടെയും അവഗണനയുടെയും ഒക്കെ സ്വരങ്ങളായിരിക്കും കേൾക്കുന്നത്. നല്ല ഇടയന്റെ ഉപമ യേശു പറയുന്നുണ്ടല്ലോ. ആ ഇടയൻ ആ നഷ്ടപ്പെട്ട ആടിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. എന്റെ ആട് ഏതോ ഒരു മുൾപ്പടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു. അതിന്റെ സ്വരം, ദീനമായ സ്വരം കേട്ടിട്ട് ആടിന്റെ സ്വരം കേട്ട് പോകുന്ന ഇടയൻ, അതാണ് നല്ല ഇടയൻ. നമ്മുടെ ഡെന്നീസ് അച്ഛനും അതുപോലെ ഒരു നല്ല ഇടയൻ ആകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളുടെ സ്വരം കേൾക്കുന്ന ഇടയനാകാൻ. രണ്ടാമത്, പേര് ചൊല്ലി വിളിക്കുന്നവനാണ് നല്ല ഇടയൻ. ആടുകളുടെ പേരറിയണം. പേരറിയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഇടവക ഇത് വലിയൊരു ഇടവകയാണ്. 800-ൽ അധികം കുടുംബങ്ങളുടെ ഇടവകയാണ്. ആ ഇടവകയിൽ ഓരോരുത്തരുടെയും പേര് അറിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഒരു നല്ല ഇടയൻ എല്ലാവരെയും അറിയുന്ന ഇടയനായിരിക്കും. ഓരോരുത്തരെയും അറിയുമ്പോഴാണ് അവരുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുന്നത്. അവരോട് നമുക്ക് സഹാനുഭൂതിയോടെയൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുന്നത്. ഡെന്നീസ് അച്ഛൻ അങ്ങനെ പേര് അറിയുന്ന ഇടയനായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ആടുകളുടെ മണമുള്ള ഇടയൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ, കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ആടുകളുടെ ചൂരുള്ള ഇടയൻ. ആടുകളോടൊപ്പം, അവരോടൊപ്പം നടക്കുന്ന ഇടയനായി മാറാൻ. നമ്മളൊക്കെ പണ്ട് പള്ളിമേട എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പള്ളിമേട എന്നൊക്കെ പറയുന്നത് ഏതോ അച്ഛൻ താമസിക്കുന്ന, മാറി താമസിക്കുന്ന ഇടം, വലിയ സ്ഥലം എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. ആ ഇടയൻ ഇറങ്ങി ആടുകളോടൊപ്പം, ആടുകളുടെ കൂടെ നടക്കുന്ന ഇടയനായി മാറണം. പ്രായമുള്ളവരുടെയും ചെറുപ്പക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കൂടെ നടക്കുന്ന ഇടയനായി മാറണം. അങ്ങനെ ആടുകളുടെ മണമുള്ള ഇടയനായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ഈ സമയം നമുക്ക് പ്രത്യേകമായി ഡെന്നീസ് അച്ഛന്റെ മാതാപിതാക്കളെ അഭിനന്ദിക്കാം. കുഞ്ഞുമോനും ലിസിയും അവരുടെ 3ാമത്തെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ് ഡെന്നീസ് അച്ഛൻ. 3 മക്കളിൽ ഒരാളെ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിച്ചു എന്നുള്ളത് തന്നെ എത്ര വലിയ കാര്യമാണ്. പക്ഷേ ഡെന്നീസ് അച്ഛൻ എനിക്കൊരു വൈദികനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തടസ്സം നിൽക്കാമായിരുന്നു. മകൻ പഠിച്ച് ജോലിയൊക്കെ നേടി ആ കുടുംബത്തിന് ഒരു ആശ്രയമായി തീരുമെന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവർ അതിന് അനുവദിക്കുന്നു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പരിത്യാഗങ്ങൾ എടുക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് ഡെന്നീസ് അച്ഛൻ. അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ള തോംസനും ഡോൾഫിയും, തോംസന്റെ കുടുംബം, ഡോൾഫിയുടെ കുടുംബം, ആ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ആ മാതാപിതാക്കൾക്ക്, ആ കുടുംബത്തിന് നന്ദി പറയേണ്ടതുണ്ട്, അഭിനന്ദനം പറയേണ്ടതുണ്ട്. കാരണം ആ കുടുംബത്തിൽ നിന്നാണ് നമുക്ക് ഈ സമ്മാനമായ വൈദികനെ ലഭിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ. ഞങ്ങളായിരിക്കുമ്പോൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരിക്കുന്ന എല്ലാ വന്യവൈദികരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യനാഥ, ലോകത്തിന്റെ പ്രകാശമായ ഈശോയിലേക്ക് അനേകരെ അനയിക്കുവാൻ, അനേകർക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം പകർന്നു കൊടുക്കുവാൻ ഇവരുടെ ജീവിതങ്ങളെ ആത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവധികം വേലക്കാരോ ചുരുക്കം ആകിയാൽ വിളഭൂമിയിലേക്ക് വേലക്കാരി അയക്കുവാൻ വിളിവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നരുളി ചെയ്ത സ്നേഹനിധിയായ നല്ല ദൈവമേ, അങ്ങയുടെ വിളഭൂമിയിലേക്ക് വേല ചെയ്യുവാൻ ഞങ്ങളുടെ ഇടവകയിൽ നിന്നും തീഷ്ണതയും സമർപ്പണ ചൈതന്യവുമുള്ള ധാരാളം പൗരോഹിത്യ സന്യാസ വിളികൾ നൽകി
ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദായകനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ അത്യധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും മറ്റെല്ലാ നല്ല മനസ്സുകളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യനാഥ, ഇവരുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹദാനങ്ങളാലും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശോയെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ നിയോഗങ്ങളെ വിശദീകരിച്ച് ആത്മാഭിഷേകത്താൽ നിറച്ച് വഴി നടത്തണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ പൗരോഹിത്യത്തിലേക്ക് അങ്ങ് എടുത്തുയർത്തിയ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഫാദർ ഡെന്നീസ് പുതുവയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉത്തരവാദിത്തം മരണം വരെ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാ നിറവിനാൽ അച്ഛനെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അലിവുള്ള ദൈവമിവം അലിയുന്ന സ്നേഹം അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണി ആരാധ്യമാകും തിരുസന്നിധി. ആശീർവദിച്ചെന്നെ അർച്ചനയാക്കണി ആരാധ്യമാകും തിരുസന്നിധി. അലിവുള്ള ദൈവമേ, അലിയുന്ന സ്നേഹമേ, അലിവോടെ കാഴ്ചകൾ സ്വീകരിക്കൂ. താരത്തിൽ ഉയരുമി കാരുണ്യരൂപത്തിൽ കാഴ്ചയായി ഗാവിൻ സർവവും കാരുണ്യവാരിധി സ്വീകരിക്കൂ. ധന്യമായി തീർക്കൂ ഈ ജീവിതം. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെ
സർവശക്തനാകുമേക ദൈവമേ വിശ്വസിക്കുമന്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാടത്തിയാർക്കിസ്മാരും മേദ്രാർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം നൽകുവിൻ. ഉയരണമേ പ്രാർത്ഥനയഖിലേശ, ഉയരണമേ സുരഭിതധൂപം പോ. സ്വർഗ്ഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പോ പോലതു വിടരീണം. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിന്നിവതൻ ദൈവമേ നിത്യം ആരാധിക്കും. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതും യുക്തവുമാ, ന്യായവുമാണതും യുക്തവുമാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സാപ്രന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിശുദ്ധമായ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിലും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായും വർദ്ധിച്ചാൽ തീരുമാനമാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന
See
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അതിരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജയിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. നവവൈദികരിൽ നിന്നും മാതാപിതാക്കളും സഹോദരങ്ങളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രം പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ വൈദികർ വന്ന് പരിശുദ്ധ കുർബാന നൽകുന്നതാണ്. തിക്കും തിരക്കും കൂടാതെ ഭയഭക്തിയോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് സ്തുതി പാടുവിൻ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. Wow.
മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പൗത്രീകരിക്കുന്ന തന്നെ മൂലമായ ശരീരങ്ങൾ സ്വീകരിക്കുവാനും നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാര്യനിർഗത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചേറിയപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നദ്ധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച എല്ലാവരോടും ഒന്നിച്ച് സുഖരാജ്യത്തിൽ നാമ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ.
മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ അറിഞ്ഞുകൊള്ളാം. ഇന്ന് എന്നോടൊപ്പം സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട വൈദികരെ ഒരു നിമിഷം ഓർക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജിമ്മി അരവിമംഗൽ അച്ഛൻ രാജഗിരി ഇടവകയെ വളരെ മനോഹരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അജപാലകനാണ്, നല്ലൊരു ഇടയനാണ് അച്ഛൻ. നമ്മുടെ പ്രിയപ്പെട്ട ജോയ്സൻ അച്ഛൻ അടുവാശ്ശേരിയിലുള്ള അർണോൾഡ് സ്കൂള് വളരെ സുന്ദരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാർട്ടിൻ തേക്കാനത്തച്ഛൻ അച്ഛൻ പഞ്ചാബില് നല്ലൊരു മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ പോയി കണ്ട് അനുഭവിച്ചതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പോൾ പുതുവാച്ചൻ അച്ഛൻ വിൻസെൻഷൻ സഭയുടെ ജനറാളായിട്ട് ഇടവകയുടെ അഭിമാനമായിട്ട് വർത്തിക്കുന്നു. വൈദികർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ബലിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച എല്ലാവരുടെയും പേരുകൾ ഞാൻ ഈ ബലിപീഠത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് തന്നെ എന്നെ അറിഞ്ഞ് വിളിച്ച് വിശുദ്ധീകരിച്ച് ഇന്നോളം വഴി നടത്തുകയും പൗരോഹിത്യം എന്ന വലിയ സമ്മാനം നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല തമ്പുരാന് സ്തുതി ഉണ്ടാകട്ടെ. എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെയും ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനെയും എന്റെ സ്വർഗീയ മധ്യസ്ഥനെയും കാവൽ മാലാഖയെയും എന്റെ പൂർവികരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ സ്വീകരിക്കുകയും വൈദിക പരിശീലനം നൽകുകയും ചെയ്ത നമ്മുടെ സ്വന്തം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്കും എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. 2025 ഡിസംബർ 27-ന് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് തന്റെ കൈവെപ്പിലൂടെ എന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനും അന്ന് മുഖ്യ കാർമ്മികത്വം വഹിച്ച സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തയുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനും അന്നത്തെ തിരുക്കർമ്മങ്ങൾ മനോഹരമാക്കിയ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി ബുദ്ധിമുട്ടി അന്ന് വന്ന് പ്രാർത്ഥിച്ചവർക്കും ഓൺലൈനിലൂടെ പങ്കെടുത്തവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ഇന്നത്തെ കൃതജ്ഞതാബലിക്ക് സഹകാർമ്മികരായിരുന്ന ബഹുമാനപ്പെട്ട പോൾ പുതുവാച്ചനും ജിമ്മി ഇരവിമംഗലം അച്ഛനും തോമസ് തേക്കാനത്തച്ഛനും ജോയ്സൺ തെക്കേക്കുടിയിൽ അച്ഛനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദികർക്കും ഈ നിമിഷം ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ കൃതജ്ഞതാബലി ഏറ്റവും ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് എല്ലാം വളരെ ഭംഗിയാക്കിയ വികാരി ബഹുമാനപ്പെട്ട തോമസ് മഴുവഞ്ചേരി അച്ഛനും സഹവികാരിയും ഇന്നത്തെ MC-യുമായിരുന്ന ബഹുമാനപ്പെട്ട അതുൽ മാളിയേക്കൽ അച്ഛനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ നാളുകളെല്ലാം അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും അച്ഛന്മാർ എനിക്ക് നൽകി. വികാരി അച്ഛനോട് ചേർന്ന് ഈ തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ അധ്വാനിച്ച വൈസ് ചെയർമാൻ പോളിച്ചേട്ടനും കൈക്കാരന്മാരായ ജെയിംസ് ചേട്ടനും വിൽസൺ ചേട്ടനും വിവിധ കമ്മിറ്റി അംഗങ്ങൾക്കും മാതൃവേദി KCYM സൺഡേ സ്കൂൾ അധ്യാപകർ വിൻസെന്റ് ഇപ്പോൾ ഫ്രാൻസിസ്കൻ 3-ാം സഭ സാധുജന സഹായ സംഘം പ്രവാസി സമരിറ്റൻ എന്നീ സംഘടനകളിലെ അംഗങ്ങൾക്കും അൾത്താര ശുശ്രൂഷകർ ഗായക സംഘം കപ്പ്യാർ ജോയി ചേട്ടൻ എന്നിവരെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്കുള്ള കാസ വാങ്ങി തരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുറ്റിപ്പുഴ ഇടവകയിലെ പ്രെയർ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഈ സമയം ഞാൻ നന്ദി പറയുന്നു. എനിക്ക് മാമോദീസായും മറ്റു കൂതാശകളും നൽകുകയും പ്രോത്സാഹനവും ആത്മീയ ഉപദേശങ്ങളും നൽകി നയിച്ച ബഹുമാനപ്പെട്ട മുൻ വികാരി അച്ഛന്മാരെ എല്ലാവരെയും
നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുന്നു. ഏറെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വിൻസെന്റ് പർമത്തറ അച്ഛനും സേവ്യർ ആവളിൽ അച്ഛനും ജിമ്മി ഇരവിമംഗലം അച്ഛനും ഞാനിപ്പോൾ സഹവികാരിയായിരിക്കുന്ന ചേർത്തല മുട്ടം ഫൊറോന പള്ളിയിലെ വികാരിയും ഈ ഇടവകയുടെ മുൻ വികാരിയുമായിരുന്ന ജോഷി വേഴപ്പറമ്പിൽ അച്ഛനും അവിടുത്തെ മറ്റെല്ലാ വൈദികർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ട മുൻ കൊച്ചച്ഛന്മാർക്കും ഒരു കുഞ്ഞനുജനെ പോലെ കൂടെ നടക്കുന്ന ബ്രദർ ക്രിസ്റ്റി പുതുശ്ശേരിക്കും ബ്രദർ ക്രിസ്റ്റീൻ മടത്തിപ്പറമ്പിലിനും നന്ദിയും മുന്നോട്ടുള്ള യാത്രയിൽ ആശംസകളും അറിയിക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് ഇനിയും ഒത്തിരി പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശീലന കാലഘട്ടത്തിൽ ആരാധനയ്ക്ക് മുന്നിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഈ ആൾത്താര മനോഹരമാക്കുവാൻ അധ്വാനിക്കുകയും ചെയ്ത നമ്മുടെ ആരാധന മഠത്തിലെ മദർ ബഹുമാനപ്പെട്ട ജിസ്മേരി സിസ്റ്ററിനെയും എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും പ്രത്യേകമായി SABS കളമശ്ശേരി പ്രൊവിൻസിനെയും ഇവിടെ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദേവാലയം അലങ്കരിക്കുവാൻ സഹായിച്ച എല്ലാ അമ്മമാരെയും അരുണിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എനിക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന എല്ലാ വിദ്യാലയങ്ങളെയും അവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും വളരെ പ്രത്യേകമായി കുറ്റിപ്പുഴ JBS സ്കൂളിനും ക്രൈസ്റ്റ് രാജ് ഹൈസ്കൂളിനും തൃക്കാക്കര ഭാരത് മാതാ കോളേജിനും അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനും എന്റെ സൺഡേ സ്കൂൾ അധ്യാപകർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ കാലയളവിൽ എന്നെ സഹായിച്ച എല്ലാ അധ്യാപകർക്കും നല്ല സൗഹൃദം നൽകിയ കൂട്ടുകാർക്കും നന്ദി. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട അയൽക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാ മാതാപിതാക്കളെയും യുവജനങ്ങളെയും കുട്ടികളെയും കുറ്റിപ്പുഴ ഇടവക ജനത്തെയും പ്രത്യേകമായി പുതുവ ഫാമിലി ട്രസ്റ്റിനെയും കോക്കുന്നിലെ പുതുശ്ശേരി കുടുംബങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും ഈ സമയം നന്ദി പറയുന്നു. ഇടവകയിലെ സന്യസ്തരെയും സമർപ്പിതരെയും നന്ദിയോടെ ഓർക്കുന്നതിനോടൊപ്പം അവരുടെ വിവിധങ്ങളായ കർമ്മ മേഖലകളെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിലെ ഈശോയെ രൂപപ്പെടുത്തുവാൻ എന്നെ സഹായിച്ച എന്റെ സെമിനാരികളെ ഈ സമയം ഓർക്കുന്നു. വൈദിക പരിശീലനത്തിന്റെ ആദ്യ നാളുകൾ ചെലവഴിച്ച തൃക്കാക്കര തിരുഹൃദയ മൈനർ സെമിനാരിയെയും അവിടുത്തെ ഗുരുകുലത്തെയും അവിടെ റെക്ടർമാരായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കണിയാമ്പറമ്പിൽ അച്ഛനും മോൺസിനോർ ആന്റണി നരികുളം അച്ഛനും പോൾ മാടൻ അച്ഛനും വർഗീസ് പൂതവേലിത്തറ അച്ഛനും ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനും മാർട്ടിൻ കല്ലുങ്കൽ അച്ഛനും മറ്റു വൈദികർക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഫിലോസഫി പഠിച്ച കോട്ടയം വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയും ദൈവശാസ്ത്രം പഠിച്ച മംഗലാപുരം സെന്റ് ജോസഫ് സെമിനാരിയെയും അവിടുത്തെ എല്ലാ വൈദികരെയും ആത്മീയ പിതാക്കന്മാരെയും ബ്രദേഴ്സിനെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. എന്റെ കുറവുകളോടും പോരായ്മകളോടും കൂടെ എന്നെ സ്നേഹിച്ച് കൂടെ നിർത്തുന്ന എല്ലാ ബാച്ചുകാരെയും ഞാൻ ഓർക്കുന്നു. എന്റെ ദൈവശാസ്ത്ര പഠന കാലഘട്ടത്തിൽ എനിക്ക് അജപാലന പരിശീലനം നൽകുവാനായി നിയോഗിക്കപ്പെട്ട കർണാടകയിലെ ബെൽത്തങ്ങടി രൂപതയിലെ സെന്റ് തോമസ് ചർച്ച് ഗള്ളിമാരോടും തലശ്ശേരി അതിരൂപതയിലെ ഒസക്കടി കാലിച്ചാനടുക്കം എന്നീ ഇടവകളോടും ഞാൻ ഡീക്കൻ മിനിസ്റ്റർ ചെയ്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുനെല്ലൂർ ഇടവകയോടും അവിടുത്തെ വികാരി അച്ഛന്മാരോടും ഇടവക ജനത്തിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമാക്കുവാൻ മനോഹരമായ ഗീതങ്ങൾ ആലപിക്കുകയും എനിക്ക് കുർബാനയിലെ ഗാനങ്ങളുടെ പരിശീലനം നൽകുകയും ചെയ്ത ഇടവകയുടെ കോയറിനും പ്രത്യേകമായി അഖിൽ ചേട്ടനും ജോയി ചേട്ടനും ശബ്ദം ക്രമീകരിച്ച മാർട്ടിൻ ചേട്ടനും ഫോട്ടോഗ്രാഫി നിർവഹിച്ച അഖിൽ ചേട്ടനും ടീം അംഗങ്ങൾക്കും ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന ഷിജു ചേട്ടനും ലിറ്റർജി റിസപ്ഷൻ പാർട്ടി ഫുഡ് പബ്ലിസിറ്റി മീറ്റിംഗ് ഡെക്കറേഷൻ എന്നീ കമ്മിറ്റി അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ നൽകിയ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചുരുട്ടി കയ്യിൽ വെച്ച് തന്ന ഓരോ രൂപയ്ക്കും വലിയ മൂല്യമുണ്ടായിരുന്നു. ഈ അത്യാവശ്യ സമയത്ത് എന്നെയും കുടുംബത്തെയും സഹായിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നന്ദി പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടാണ്. എനിക്ക് ജന്മം നൽകി വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു തന്ന് അച്ഛനാവാനുള്ള എന്റെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചത്
തകർന്നപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും ദൈവത്തെ കൂട്ടുപിടിക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണ്. ആരംഭകാലങ്ങളിൽ സെമിനാരി ഫീസ് അടക്കാൻ വയ്ക്കുമ്പോഴും എന്റെ കയ്യിൽ നിങ്ങളുടെ ആ വിശ്വാസ ജീവിതം തന്നെയായിരുന്നു. പ്രിയപ്പെട്ട പപ്പേ, അൽത്താരയ്ക്ക് മുൻപിൽ മണിക്കൂറുകളോളം എനിക്ക് വേണ്ടി കൈവരിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പ്രയാസങ്ങളുടെ സമയങ്ങളിൽ ഞാനത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി, അമ്മ കടന്നുപോയ എല്ലാ സമയങ്ങളും ഞാൻ അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ അമ്മയുടെ കണ്ണീരും അമ്മയുടെ പ്രാർത്ഥനയും എനിക്ക് ഇപ്പോഴും ശക്തിയും കരുത്തുമായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വീട്ടിൽ എന്തുണ്ടായാലും അതിന് നല്ലൊരു പങ്ക് നിങ്ങൾ പള്ളിക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സമർപ്പണത്തിന്റെ ഒരു മുന്നാസ്വാദനമായിരുന്നു അതെല്ലാമെന്ന് ഞാനിപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ട പപ്പയെ, അമ്മയെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഞാൻ അർപ്പിക്കുന്ന ബലികളിൽ എന്നും നിങ്ങളുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇന്നെനിക്ക് നിങ്ങൾക്ക് തരാനാവുന്ന ഏക സമ്മാനം. എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പ്രിയപ്പെട്ട തോമാച്ചാരോട്ടി, വിശുദ്ധരായ മാതാപിതാക്കൾ നൽകിയ നല്ല തമ്പുരാനെ നമുക്ക് എന്നും നന്ദി പറയാം. പ്രിയപ്പെട്ട തോമാച്ച, കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് സ്വന്തം ഭാവി പോലും മാറ്റിവെച്ചുകൊണ്ട് നീ ഇത്തരാശിക്കും വിവിധ ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ സെമിനാരിൽ സുരക്ഷിതരായിരുന്നു. നീ തന്നുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിനും കരുതലിനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ഡോൾഫി, തോമാസിന്റെ ഭാവം നികത്താൻ നീ നന്നായി പരിശ്രമിച്ചിരുന്നു. കൂടെ നടത്തിയതിനും കൂട്ടിയിരുന്നതിനും പിന്തുണച്ചതിനും ഇപ്പോൾ സ്നേഹിക്കുന്നതിനും ഒത്തിരി നന്ദി. പ്രിയപ്പെട്ട തോമാച്ച ഡോൾഫി, നമ്മൾ തല്ലിട്ടതും വഴക്കടിച്ചതും സ്നേഹിച്ചതും ഒക്കെ നല്ല ഓർമ്മകളായി എന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട ചിസിനാളിയനും തോമാസിന്റെ ജീവിത പങ്കാളി അനീഷ ചേച്ചിക്കും നന്ദി പറയുന്നതോടൊപ്പം ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം മനോഹരമാക്കുവാൻ നിങ്ങളെല്ലാവരും നടത്തിയ കഠിനാധ്വാനത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ള ആദം, ആമി, നിങ്ങളിലൂടെ ക്ഷമയുടെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എന്റെ ദൈവങ്ങളെ പറ്റി ഓർക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 9-ാം അധ്യായം 16-ാം വാക്യമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ദൈവത്തിന്റെ ഈ കാരുണ്യം എന്നും അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, എന്റെ ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങളായി മാറുവാൻ, ഞാൻ പരികർമ്മം ചെയ്യുന്ന കൂതാശകളിലൂടെ ദൈവകൃപ ഒഴുകുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമുക്ക് ഒരുമിച്ച് നടത്താം. ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എന്റെ ഉപകാരികൾക്കും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും എന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാറ്റിനും ഒരുപാട് നന്ദി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഇടവക കുടുംബത്തിനും വലിയ സന്തോഷത്തിന്റെ ദിനമാണ്. 19ാമത്തെ വൈദികനായി നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാൻ ഡെന്നീസ് അച്ഛൻ അഭിഷിക്തനായിരിക്കുകയാണ്. ആദ്യമേ തന്നെ നവവൈദികൻ ഡെന്നീസ് പുതുവ അച്ഛന് ഇടവ സമൂഹത്തിന്റെ പേരിലുള്ള പ്രാർത്ഥനയും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. പുരോഹിതൻ ദൈവത്തിന്റെ മനുഷ്യനും ഇടയിലുള്ള പാലമാണ്. ആ വലിയ ദൗത്യത്തിലേക്കാണ് അച്ഛൻ ചൂടുവെച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിലൂടെയും നീണ്ട പഠനത്തിലൂടെയുമാണ് ഡെന്നീസ് അച്ഛൻ ദൈവത്തിന്റെ കൈപ്പറ്റാക്കിയത്. മനുഷ്യർക്കായി ദൈവകരങ്ങളിലും ശുശ്രൂഷ ചെയ്യാൻ മനുഷ്യരുടെ ഇടയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുരോഹിതൻ. തിരുപ്പെട്ട സമയത്ത് നൽകിയ 2 താക്കോലുകൾ ഉപയോഗിച്ച് തന്നെ പരമേൽപ്പിക്കുന്ന ദൈവജനത്തിന് സ്വർഗം തുറന്ന അനുഗ്രഹം വാങ്ങിക്കൊടുക്കുവാനും നരകം അടച്ച് ദുഷ്ടശക്തിയിൽ നിന്നവരെ കാത്തു രക്ഷിക്കുവാനും അച്ഛന് ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും കുദാശകൾ പരികർമ്മം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കൃപ അച്ഛനിലൂടെ ദൈവജനത്തിലേക്ക് ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛ,
കർത്താവിന്റെ മുന്നിൽത്തോപ്പിലെ നല്ലൊരു അഭിഷിക്തനായി ദീർഘകാല ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായ ദൈവം അച്ഛന് ആരോഗ്യവും ആയുസ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അച്ഛനെ വളർത്തി വലുതാക്കിയ സഭയ്ക്ക് സമ്മാനിച്ച മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുജനത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാക്കുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you.